എല്ലാവർക്കും നമസ്കാരം. ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം ഇവിടെ പൊതുസമൂഹം മറന്നിട്ടില്ല. ചുങ്കം ഷൈനി അവരുടെ അതിദാരുണമായ മരണത്തിൻ്റെ പിന്നിൽ നാം അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനേക്കാൾ ഉപരി വളരെ അതിനീചവും നിഗൂഢവും ക്രൂരവുമായ ഒരു ഭീകര മുഖം കൂടി ഈ പ്രതികളുടെ പിന്നിൽ ഒളിഞ്ഞിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയേണ്ടിയിരിക്കുന്നു. അത് എന്താണെന്നുള്ളത് നമ്മുടെ ഇതിനു മുമ്പോട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമാണ്. അതിലേറ്റവും അതിഭീകരമായൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് ആ അമ്മ കോട്ടയത്തുള്ള ഏകദേശം 12ഓളം സ്ഥാപനങ്ങളിൽ ഒരു ജോലിക്ക് അന്വേഷിച്ച് നടന്നു. എവിടെയും കിട്ടിയിരുന്നില്ല എന്നുള്ള കഥകളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കഥകളല്ല, യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ആ അമ്മയുടെ പേരിൽ, അതായത് ഷൈനിയുടെ പേരിൽ അതിഭീമമായ ഒരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാനായിട്ട് പ്രതികൾ നടത്തിയ അതിനിഗൂഢവും ക്രൂരവും പൈശാചികവും നിന്ദ്യവുമായ ഭീകരമായ ഒരു ക്രൂരകൃത്യത്തിൻ്റെ ഭീവത്സമായ മുഖം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതായത് ഏകദേശം 1 കോടിയോളം രൂപ വരുന്ന ഇൻഷുറൻസ് ഈ ഷൈനിയുടെ പേരിൽ എടുപ്പിച്ചുകൊണ്ട് ഒരു മാസം 50,000 രൂപ പ്രീമിയം, 3 മാസം കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ പ്രീമിയം വരത്തക്ക ഒരു ഇൻഷുറൻസ് എടുക്കുകയും ആ ഇൻഷുറൻസിൻ്റെ ഹോൾഡർ ആയിട്ട് ഷൈനിയെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ നോമിനിയായിട്ട് ഈ ഷൈനിയെ കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന രീതിയിൽ അതിലെ പ്രതിയായിട്ടുള്ള നോബി, അതായത് ഷൈനിയുടെ ഭർത്താവായ നോബി അതിൽ നോമിനിയാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയണം. ഇത് ഇത്രയും അതിക്രൂരവും നിഗൂഢവും നീചവും പൈശാചികവുമായ ഈ വക്രബുദ്ധിയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഷൈനിയുടെ ഭർത്താവായ നോബിയല്ല, ഈ നോബിയുടെ ചേട്ടനായ ബോബി ചേരിയിൽ എന്ന കള്ള ക്രിമിനൽ പുരോഹിത വേഷം ധരിച്ച നരാധമനാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം നോബിക്ക് അത്രയും വലിയ കാര്യപ്രാപ്തിയുണ്ട് എന്ന് നാം കരുതേണ്ടതില്ല. എത്ര ഭീവത്സമാണ്. നമുക്കറിയാം ആ ഷൈനിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് തൊടുപുഴ ചുങ്കം മേഖലകളിലുള്ള സകലമാന ആളുകൾക്കും ഈ സംഭവശേഷമെങ്കിലും അറിയാം. അതിനു മുമ്പ് തന്നെ ആ നിവാസികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ ഷൈനിയുടെ പേരിൽ ഇത്രയും വലിയൊരു ഇൻഷുറൻസ് എടുപ്പിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ നിഗൂഢമായ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യക്തമായ അടിത്തറയായ ഒരു തെളിവ് കൂടിയായിരുന്നു കുടുംബശ്രീയുടെ ആ ഒരു ചെറിയ ലോൺ വിഷയം പോലും. കാരണം ആ ലോൺ വിഷയത്തിനകത്ത് നിസ്സാരമായിട്ട് നമുക്കറിയാം, ഷൈനി ആ ലോൺ എടുത്തിരുന്നുവെങ്കിൽ പോലും അത് വെറും സാങ്കേതികം മാത്രമാണെന്ന് ഷൈനി അന്ന് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ കുടുംബശ്രീക്കാർ കൊടുത്തിരുന്ന പരാതിയിൽ വ്യക്തമായിട്ട് വന്ന് മൊഴി നൽകിയിരുന്നു. കാരണം കുടുംബശ്രീയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണല്ലോ. പക്ഷേ ആ പൈസ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും മാത്രമാണ് എന്ന് ഷൈനിയുടെ മൊഴി ഓൾറെഡി അവിടെയുണ്ട്. പക്ഷേ ഷൈനി പറഞ്ഞ മൊഴിക്ക് വിരുദ്ധമായിട്ട് ആ പരാതിയിൽ അവിടെ തീർപ്പ് കൽപ്പിക്കാനും അവിടെ ചർച്ച ചെയ്യാനും വന്നത് ഷൈനിയുടെ ഭർത്താവിന് പകരം ഭർത്താവ് അവിടെ കൂട്ടത്തിൽ നിലനിൽക്കെ തന്നെ ഭർത്താവിൻ്റെ സഹോദരനായ ഈ ബോബി ചേരിയിൽ എന്ന കള്ള പുരോഹിതനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ജ്ഞാനായ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായിട്ട് പോലും അനുജൻ്റെ ഭാര്യയുടെ പേരിൽ കുടുംബശ്രീക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ മധ്യസ്ഥം പറയാനും ആ കേസിൽ ഷൈനിയെ പ്രതിയാക്കി നിലനിർത്താനും അതുപോലെ തന്നെ ഷൈനിയുടെ ആ കേസ് കോടതിയിലേക്ക് നീക്കാനും ഉള്ള എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് അവിടെ സംസാരിച്ചതും അവിടെ പ്രത്യക്ഷത്തിൽ എല്ലാ കാര്യത്തിനകത്തും മുൻപന്തിയിൽ നിന്നതും ഈ ബോബി ചേരിയിൽ എന്ന പുരോഹിതനാണ്. ഇവനൊക്കെ 10-20 മീറ്റർ വെള്ളത്തുണി ഇട്ടുകൊണ്ട് അനാവരണം ചെയ്തു കഴിഞ്ഞാൽ ഇവനിലെ ക്രിമിനൽ മൈൻഡ് അല്ലെ ക്രിമിനൽ മനോഭാവം പൊതുസമൂഹം തിരിച്ചറിയില്ല എന്നുള്ളൊരു ധാരണപ്പുറത്തായിരിക്കാം ഈ പുരോഹിത വേഷം ഇവനൊരു കവചമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇനിയെങ്കിലും ജ്ഞാനായ കത്തോലിക്ക സഭ ഇത്തരം കൊടും ഭീകര ക്രിമിനലുകളെ പുരോഹിത വേഷത്തിൽ നിന്നെങ്കിലും ഒന്ന് ഒഴിവാക്കിയില്ല എങ്കിൽ യേശുക്രിസ്തു ഈ സഭയുടെ 7 അയൽപക്കത്ത് പോലും ഉണ്ടാവില്ല എന്ന്
യേശുക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഒരു ജ്ഞാനായ സഭക്കാരനായ ഞാൻ തന്നെ വെളിപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഷൈനി ആ ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ അവർ കൊല്ലപ്പെടും എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ആ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ചത്. കാരണം അതെല്ലാം ഈ ഇത്തരം സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. കാരണം ആ കുടുംബശ്രീയുടെ കേസിനകത്ത് ഷൈനിയെ ഉൾപ്പെടുത്തി പ്രതിയാക്കി നിലനിർത്തിക്കൊണ്ടും അവർ കോട്ടയത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് 12ഓളം സ്ഥാപനങ്ങളിൽ ജോലിക്ക് അന്വേഷിച്ചിട്ട് ഇവരെവിടെയൊക്കെയാണ് ജോലിക്ക് അന്വേഷിക്കുന്നത്, എവിടെയൊക്കെയാണ് ജോലിക്ക് കയറാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മണം പിടിച്ച് നടക്കുകയായിരുന്നു ഈ പ്രതികൾ എന്ന് പറയുന്നവർ. അവിടെ നിന്നെല്ലാം ഇവരെ ജോലി കൊടുക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ് അവരെ ഒന്നുകിൽ അവിടെ വെച്ച് തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുക, അതല്ലെങ്കിൽ അവരെ തിരികെ വന്നതിന് ശേഷമെങ്കിലും അവരെ ഇല്ലായ്മ ചെയ്യുക. ആ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഇത്രയും വലിയ ഭീമമായ തുക തട്ടിയെടുക്കുക എന്നുള്ള